വിശപ്പാണ് ഏറ്റവും വലുത്. വിശപ്പാണ്. വിശപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 2 പെരുന്നാളിനും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല അന്നത്തെ ദിവസം എന്നാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. വിശപ്പിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയൽവാസി വിശന്നിരിക്കുമ്പം വയറ് നിറച്ച് ഭക്ഷിക്കുന്നതിന് എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആകെ അയൽവാസിന്റെ വിഷയത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം വിശന്നിരിക്കുകയാണോ എന്നുള്ളതാണ്. അതൊഴികെ ഇന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഓൻ എവിടെ പോകണുണ്ടെന്ന് നോക്കുന്നുണ്ട്, ഓൻ എത്ര മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്, ഓൻ ആരെ കൂടെ നടക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്, വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എല്ലാം ഒളിഞ്ഞു നോക്കും. ഒന്ന് മാത്രം നോക്കണില്ല, എന്ത്? ഓൻ വിശന്നിരിക്കണുണ്ടോ എന്ന് നോക്കണില്ല. ഓൻ നേരത്തിന് പള്ളിയിൽ പോകണ്ടോന്ന് വരെ നോക്കും. ഓൻ പള്ളിയിൽ പോണില്ല എന്നൊക്കെ പറയും. ഓൻ വിശന്നിരിക്കണുണ്ടോ നോക്കാൻ, ഓൻ പള്ളിയിൽ പോകണുണ്ടോ നോക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഓൻ വിശന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊഴികെ ബാക്കി എല്ലാം നോക്കുന്ന തിരക്കിലാണ്. പ്രവാചകൻ വിശപ്പിന് അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരാളെ നിങ്ങൾ ഇവർ പള്ളിയിലേക്ക് പോകുന്ന പിടിച്ച് വലിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചതാണോ, വിശക്കുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും കഴിക്കണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും വിളിച്ചാൽ മതി, അല്ലേ? വിശപ്പിന് പ്രാധാന്യം കൊടുക്കും.